ഇറാന്റെ കോപത്തിൽ ഇസ്രായേൽ കാത്തിരിക്കുന്നത് വൻ തിരിച്ചടി. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യങ്ങൾ വൻതോതിൽ മാറിമറിയുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ വീണ്ടും ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു സൈനിക തന്ത്രമാണ് ഡിക്യാപിറ്റേഷൻ സ്ട്രാറ്റജി. ശത്രു രാജ്യത്തിന്റെ നേതൃനിരയെ നേരിട്ട് ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ മധ്യകേന്ദ്രം. സൈനിക ശക്തിയെ നേരിടുന്നതിനു പകരം നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന നേതാക്കളെ ഇല്ലാതാക്കുന്നതിലൂടെ മുഴുവൻ സംവിധാനത്തെയും തകർക്കണമെന്നാണ് ഇതിന്റെ അടിസ്ഥാന ധാരണ. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഈ രീതിയെ പല സാഹചര്യങ്ങളിലും പ്രയോഗിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ തന്ത്രത്തിന്റെ പിന്നിലെ ചിന്ത വളരെ വ്യക്തമാണ്. ഒരു രാജ്യത്തിന്റെ ശക്തി അതിന്റെ ആയുധ ശേഖരത്തിലോ സൈന്യത്തിലോ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് അതിന്റെ നേതൃത്വം തന്നെയാണ് അതിന്റെ ദിശ നിർണ്ണയിക്കുന്നത്. സൈനിക മേധാവികൾ, രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന പ്രധാന വ്യക്തികൾ എന്നിവരാണ് ഒരു രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. അതിനാൽ ഇവരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമ്പോൾ ശത്രുവിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയും നിർണായക തീരുമാനങ്ങൾ വൈകുകയും ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ചരിത്രം ഈ തന്ത്രത്തെ എല്ലായ്പ്പോഴും വിജയകരമാക്കി മാറ്റിയിട്ടില്ല. പലപ്പോഴും നേതാക്കളെ ഇല്ലാതാക്കിയിട്ടും അതിന്റെ ആശയങ്ങളും പ്രസ്ഥാനങ്ങളും തുടരുകയും ചിലപ്പോൾ കൂടുതൽ ശക്തിയായി തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. നേതാക്കൾ മാറിയാലും അവരെ പിന്തുണയ്ക്കുന്ന സംവിധാനങ്ങളും ആശയങ്ങളും നിലനിൽക്കുന്നിടത്തോളം ഒരു പ്രസ്ഥാനം അവസാനിക്കില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീക്യാപിറ്റേഷൻ തന്ത്രം ദീർഘകാലപരമായി ഫലപ്രദമാണോ എന്നത് ഒരു വലിയ ചോദ്യമായി തുടരുന്നുണ്ട്. ഇറാന്റെ സാഹചര്യം ഈ ചർച്ചയ്ക്ക് കൂടുതൽ ഗൗരവമുണ്ട്. ശക്തമായ സൈനിക സംവിധാനവും മതപരമായ അടിത്തറയുമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അവിടെ അധികാരം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നതല്ല, മറിച്ച് വിവിധ തലങ്ങളിൽ വിഭജിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് പ്രവർത്തിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പോലുള്ള ശക്തമായ സൈനിക വിഭാഗങ്ങളും ആശയപരമായ പിന്തുണയും ഈ സംവിധാനത്തെ കൂടുതൽ ഉറപ്പിക്കുന്നു. അതിനാൽ ഒരു നേതാവിനെ ഇല്ലാതാക്കുന്നതിലൂടെ മാത്രം ഈ ഘടന തകർന്നു പോകില്ലെന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഡീക്യാപിറ്റേഷൻ തന്ത്രം ചിലപ്പോൾ തൽക്ഷണ നേട്ടങ്ങൾ നൽകുന്നുവെന്നത് നിഷേധിക്കാനാകില്ല. ഒരാക്രമണത്തിന് പിന്നാലെ ശത്രുവിന്റെ പ്രവർത്തനങ്ങളിൽ താൽക്കാലിക ആശയക്കുഴപ്പം ഉണ്ടാകാം, എന്നാൽ അതിന് പിന്നാലെ പ്രതികാരത്തിന്റെ ശക്തമായ തരംഗമുയരാൻ സാധ്യതയുണ്ട്. ഒരു നേതാവിന്റെ മരണത്തെ പ്രതികാരത്തിന്റെ പ്രേരണയായി മാറ്റി കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നത് ചരിത്രത്തിൽ പലവട്ടം കണ്ടിട്ടുണ്ട്. ഇതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയും സമാധാന സാധ്യതകൾ കുറയുകയും ചെയ്യുന്നു. ഇതുമാത്രമല്ല, ഇത്തരം ലക്ഷ്യബദ്ധമായ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതായി ഇത് കണക്കാക്കപ്പെടാം. ഇതോടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമാവുകയും ആഗോളതലത്തിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ തന്ത്രം സൈനികമായി മാത്രം വിലയിരുത്താതെ നയതന്ത്രപരമായും വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. ഒരു യുദ്ധം ജയിക്കാൻ നേതാക്കളെ ഇല്ലാതാക്കുന്നത് മാത്രം മതിയാകില്ലെന്നതാണ് ഈ ചർച്ചയുടെ പ്രധാന പാഠം. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ ആശയങ്ങളിലും ജനപിന്തുണയിലും സാമൂഹിക ഘടനയിലുമാണ് അടങ്ങിയിരിക്കുന്നത്. തലവനെ വെട്ടിയാൽ ശരീരം വീഴുമെന്ന സിദ്ധാന്തം എല്ലാ സാഹചര്യങ്ങളിലും ശരിയാകണമെന്നില്ല. അതിനാൽ ദീർഘകാല സമാധാനത്തിനും സ്ഥിരതയ്ക്കുമായി സൈനിക തന്ത്രങ്ങൾക്കൊപ്പം നയതന്ത്രവും സംവാദവും അത്യാവശ്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.